ഇനി ഒരു വിരൽ ഉയരരുത് മാഡത്തിന് നേരെ. മാഡോ? അച്ഛേ, ആരേ മാഡം? ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഒരു മാഡത്തിനെ പറ്റി പറഞ്ഞു. എന്നാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അഥവാ പറഞ്ഞെങ്കിൽ തന്നെ നീ അത് കേട്ടിട്ടുമില്ല. ചില കാര്യങ്ങൾ തലയ്ക്കുള്ളിൽ സൂക്ഷിക്കാതിരിക്കുന്നതാ മനു നല്ലത്. പൊട്ടിത്തെറിച്ചു പോകും തലേ. മാഡം, പറയണം മാഡം. പോൾസൺ എവിടെയുണ്ട്? ഞാനിവിടെയുണ്ട്. എനിക്കൊന്ന് ഉടനെ കാണണം. ഇതാ വരുന്നു മാഡം. ശരി. അല്ല, പോൾസിനെ ചെയ്യാൻ പോലും പേടിക്കുന്ന ഈ മാഡം ആരായിരിക്കും? മാഡം എന്താ നേരിട്ട് ഇങ്ങോട്ട്? അങ്ങോട്ട് വരേണ്ടത് വരാതിരിക്കുമ്പോ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും പോൾസ. പണത്തിന്റെ കാര്യമാണോ മാഡം ഉദ്ദേശിച്ചത്? അത് പിന്നെ മാർക്കറ്റ് ഇപ്പോൾ തീരെ ഡള്ളാണ് മാഡം. പഴയ കച്ചവടമൊന്നുമില്ല. എവിടെ തിരിഞ്ഞാലും പോലീസോ എക്സൈസോ. അവരുടെയൊക്കെ ഇടയിൽ നിന്ന് തലയൂരി പോകുന്നത് തന്നെ വല്ല വിധേനയോ. മാഡം, തടിയൂരുകയല്ലടാ, ഉയരെടുക്കും. പോലീസും എക്സൈസും ഒന്നും അല്ല ഈ ഹേമലത. കേരള മാർക്കറ്റിലെ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ അപ്സ് ആൻഡ് ഡൗണിനെ കുറിച്ച് പോൾസൺ എന്ന സബ്സ്റ്റാൻഡേർഡ് ഡ്രഗ് പെഡ്ലർ എനിക്ക് ക്ലാസ് എടുക്കണ്ട. ഇന്റർനാഷണൽ മാർക്കറ്റിൽ അങ്ങ് ദുബായിലെ ഡാൻസ് ബാറുകൾ മുതൽ ലോക്കൽ മാർക്കറ്റിൽ ഇങ്ങ് SR കോളേജിലെ വാഗമര ചുവട് വരെ എത്ര രൂപയ്ക്ക് മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നുണ്ടെന്ന് ഈ ഹേമലതയ്ക്ക് അറിയാം. അതുകൊണ്ട് കൂടുതൽ വിളവെടുക്കാൻ നിൽക്കണ്ട പോൾസ. എത്ര പാക്കറ്റ് വിറ്റെന്നും അതിൽ നിന്ന് നമ്മുടെ സിൻഡിക്കേറ്റിന് എത്ര കിട്ടിയെന്നും പോൾസിന്റെ പോക്കറ്റിലേക്ക് എത്ര ചോർന്നെന്നും പറഞ്ഞു തരട്ടെ ഞാൻ. വേണ്ട മാഡം. നമ്മുടെ നിയമത്തിൽ ചതിക്കുള്ള ശിക്ഷ എന്താണെന്ന് അറിയും പോൾസിന്. മരണം. ആകാശം മേലാപ്പ് തുറന്ന് നീ പോലും അറിയാതെ ഒരിടുത്തിയായി അത് നിന്റെ മേൽ പതിക്കും പോൾസ. ഹേമലത ഇറങ്ങിയാൽ മരണം ഒപ്പം ഉണ്ടെന്നാ. GST കൂടാതെ ആ കച്ചവടത്തിനുള്ള ലൈസൻസ് തന്നിട്ടുണ്ട് കാലൻ എനിക്ക്. മാപ്പാക്കണം മാഡം, ഈ ഒരു തവണത്തേക്ക്. ഇത്രയും നീളമുള്ള താടിയും മീശയൊക്കെ വെച്ചിട്ട് നീ വിറയ്ക്കുന്നത് ബോറാ പോൾസ. ഇനി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ഇല്ല മാഡം. വിത്തിൻ അവർ പണം സിൻഡിക്കേറ്റിൽ എത്തിയിരിക്കണം. നോട്ട് എ പെനി ലെസ്, നോട്ട് എ പെനി മോർ. എത്തിക്കാം മാഡം. പറയ്. ആ, ഞാനങ്ങോട്ട് പോകുന്ന വഴിയാ. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പോൾസ? ഉണ്ട് മാഡം.
ഉണ്ടാവണം. അല്ലെങ്കിലേ ഓർമ്മിക്കാൻ തലയുണ്ടാവില്ല. ഇങ്ങനെ പരസ്യമായിട്ട് ചെയ്യില്ല സുസ്മിത. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഈയിടെയായിട്ട് ഞാൻ ചെയ്യുന്നതെല്ലാം അബദ്ധം. ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇനിയെങ്കിലും എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കണം. അയ്യോ, അമ്മാവനോ? അമ്മേ, നിനക്ക് ഓർമ്മയുണ്ടോടി ഞങ്ങളെയൊക്കെ? ചുമ്മാ ചങ്കിക്കൊള്ളുന്ന വർത്താനൊന്നും പറയല്ലേ അമ്മേ. ദിവസം ഒരു വഴിപാടായിട്ട് നീ അങ്ങോട്ട് വിളിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷേ ഒരു പേരിനെങ്കിലും വല്ലപ്പോഴും അങ്ങോട്ടൊന്ന് തല കാണിച്ചൂടെ? ഇത്ര നാളുകൂടി കാണുമ്പോ അമ്മയ്ക്ക് ഇതേ പറയാനുള്ളോ? അതൊക്കെ വിടമ്മേ. എന്താ ഈ സർപ്രൈസ് വിസിറ്റിന് പിന്നിൽ? ഞാൻ പറയാം. ഇവര് ഞാൻ വിളിച്ചിട്ട് വന്നതാ. അത് എന്താ എന്റെ വിശേഷം? അതൊക്കെ പറയാം. അവരെ വന്ന കാലിൽ നിർത്താണ്ട് അകത്തേക്ക് കൊണ്ടുപോവാ. വാ സരളേ, വാ. സുഖല്ലേ ഭാമേ? സുഖമാ. ദാസേട്ട വാ വാ. വാ സരളേ. രാഘവേട്ട നമസ്കാരം. ഇതാരൊക്കെയത്? വരണം വരണം, ഇരിക്കണം. രാഘവേട്ടന് പഴയതിലും ഭേദമുണ്ടല്ലോ അല്ലേ? ആ, പുതിയ ചികിത്സാ രീതികളൊക്കെ ഫലം ചെയ്ത് തുടങ്ങിയെന്നാ തോന്നുന്നത്. സുസ്മിത പറഞ്ഞെല്ലാം അറിയുന്നുണ്ട്. ഓ, പ്രീതിയുടെ കാര്യം അതെ, നല്ലൊരു ബന്ധം ഒത്തുകിട്ടുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? തണുത്ത എന്തെങ്കിലും ആയിക്കോട്ടെ. ശരി. പിന്നെ എന്താ ഭാമ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞത്? കാര്യമുണ്ട്. അല്ല, എന്റെ മോനെവിടെ? വിഷ്ണു? ആ, ഞാനിവിടെ ഉണ്ടമ്മ. വാ. നമസ്കാരം.
സുസ്മിതയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം ആലോചിക്കാന് സർലയോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്താ ഭാമേ? ഇവളെ ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ? ഭാമയുടെയും കൂടെ നിർബന്ധത്തിലല്ലേ ഞാൻ ഇവളെ ഇവിടെ നിർത്തിയത്. സുസ്മിതയെ എത്ര കാലം ഇവിടെ നിർത്താൻ എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ ഇപ്പോ ഇവളെ പറഞ്ഞയക്കാൻ സമയമായി. ഏയ്, ഇവളെ കല്യാണം കഴിപ്പിച്ച് അയക്കണമെന്ന്. ഞാനങ്ങ് പേടിച്ചു പോയി. ഇനി ഇവളിവിടെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടാണോന്ന്. കാണിച്ചു കൂട്ടിയത് വെച്ചാണെങ്കിൽ ഇവളെ പറഞ്ഞു വിടേണ്ടത് കല്യാണം കഴിപ്പിച്ചല്ല, പാതാളത്തിലേക്കാ. ഏയ്, നല്ല കുട്ടിയല്ലേ ഇവളെ. എന്താ ബന്ധം വല്ല ആലോചിച്ച് വെച്ചിട്ടുണ്ടോ ഭാമേ? ഉണ്ടെന്ന് കൂട്ടിക്കോ. ആരാ ഭാമേ പയ്യൻ? ആരാ കോന്തൻ? അതിനു മുൻപ് സുസ്മിതയുടെ മനസ്സൊന്നറിയണം. അവൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോന്നൊന്ന് അറിയണ്ടേ? എന്താ സുസ്മിതേ, നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. എന്റെ മനസ്സിലുള്ളത് അന്നും ഇന്നും വിഷ്ണുവേട്ട മാത്രമാണടി. ആരോ ഉണ്ട്. സുസ്മിത നിന്ന് വീർപ്പ് മുട്ടുന്നുണ്ടല്ലേ? അതാരായാലും നിനക്കിവിടെ ധൈര്യമായിട്ട് തുറന്നു പറയാം. അങ്ങനൊന്നും ഇല്ല ആന്റി. എന്റെ മനസ്സ് ആന്റിക്ക് അറിയാവുന്നതല്ലേ. എന്ന് പറഞ്ഞാ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സത്യാമ്മയ്ക്ക് അറിയാലോ. പിന്നെ സുസ്മിത വെറുതെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേന്ന്. അതെ അതെ, കറക്റ്റ് കറക്റ്റ്. ഏയ്, അത് അങ്ങനൊന്നും അല്ല. സുസ്മിത പറയുന്ന കേൾക്കുമ്പോ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇത്രയും വർഷത്തെ ജീവിത പരിചയം വെച്ച് എനിക്ക് തോന്നുന്നതേ പെൺകുട്ടികൾ ആരും അത്ര പെട്ടെന്ന് മനസ്സുറക്കില്ലെന്നാ. ഓ, അയാള് ജീവിത പരിചയം കൊണ്ട് ഇറങ്ങി. ശരി, ആരും അവളെ ചോദ്യം ചെയ്യണ്ട. സുസ്മിത പറഞ്ഞതുപോലെ ഇവളുടെ മനസ്സ് കണ്ടവളാ ഞാൻ. ഇവളുടെ ഭാവി ഭർത്താവിനെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ആന്റി എന്ത് മാങ്ങ കണ്ടെന്നാ? അതാരാണെന്നൊന്ന് പറ ഭാമേ. അത് ഇപ്പൊ പറയണ്ട സത്യാമ്മ. നാളെ സുസ്മിതയുടെ ബർത്ത്ഡേ അല്ലേ? ബർത്ത്ഡേ പാർട്ടിക്ക് അനൗൺസ് ചെയ്താ പോരെ ആ പേര്? അത് തന്നെയാ നല്ലത്. സുസ്മിതയ്ക്കുള്ള എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിക്കോട്ടെ അത്. ദൈവമേ, പെട്ടല്ലോ. അപ്പൊ അതാണ് കാര്യം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ഭാമേ. അല്ല, നിങ്ങളിതെങ്ങോട്ടാ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അതൊക്കെ ആവാം. നീ വിളിച്ചപ്പോ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടി വന്നതാ ഞാൻ. ഒരുപാട് എൻഗേജ്മെന്റ്സ് ഉണ്ടായിരുന്നു ഇന്ന്. എങ്കിൽ ശരി, വൈകിട്ട് രണ്ടാളും ഇവിടെ കാണണം. വൈകിട്ട് ഞാനും ഉണ്ടാവില്ല, സരള വരും. നാളത്തെ ബർത്ത്ഡേ പാർട്ടിയിൽ ഞാൻ ജോയിൻ ചെയ്തോളാം. ആയിക്കോട്ടെ. ഇന്ന് വൈകിട്ട് വന്നാ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് ഞാൻ ഇവളെ വിടും. എത്ര നാളായി നമ്മൾ പഴയതുപോലെ ഒന്ന് കൂടിയിട്ട്. ആയിക്കോട്ടെ, ഇന്ന് വൈകിട്ട് മുതൽ ഞാൻ നിന്റെ കസ്റ്റഡിയില്ല. ഇപ്പൊ ആളെ വിട്. എന്നാ ശരി, ഇറങ്ങട്ടെ മോനെ. ശരി ശരി ശരി. ഞാൻ അവരെ വിട്ടിട്ട് വരാം. വിഷ്ണു, സുസ്മിതയെ നിശ്ചിത ദിവസത്തിനുള്ളിൽ വിവാഹം കഴിച്ചയക്കുമെന്നുള്ള വാക്ക് ഞാൻ പാലിച്ചിരിക്കും. അമ്മേ, അമ്മേ, ഞാൻ പറയുന്ന ഒന്ന്. എടി, ഭാമ നിനക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്യില്ല. ഞാൻ ചെയ്യുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് അവള് നിന്റെ കാര്യങ്ങൾ ആലോചിച്ച് നടത്തിക്കൊള്ളും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വൈകിട്ട് സംസാരിക്കാം. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് ഈ അമ്മ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? മോള് പേടിക്കണ്ട. മോളുടെ മനസ്സ് കണ്ടു തന്നെയാ ഭാമാന്റെ കാര്യങ്ങൾ നീക്കുന്നത്. ആ, അതാണ്
നീ ധൈര്യമായിട്ടിരിക്കെ. പോയിട്ട് വരാം ഭാമേ. ആട്ടെ. വാ പോകാം. ക്ലീറ്റസേ, ഇത് സത്യഭാമയാണ്. നാളെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. സുസ്മിതയുടെ ബർത്ത്ഡേ പാർട്ടിയാ. അത് ഇയാള് തന്നെ വന്നൊന്ന് കവർ ചെയ്യണം. നല്ല വൃത്തിയുള്ള ഫോട്ടോസ് എടുക്കണം കേട്ടോ. ആൽബം ഉണ്ടാക്കാനാ. നമുക്ക് വീഡിയോയും വേണം. എന്റെ ഭഗവാനെ, കുരുക്ക് മുറുകയാണല്ലോ. ഇതിലും ഭേദം എന്റെ ചാവടിയന്തിരായിരുന്നു. അല്ലല്ല, രാത്രിയിലാണ് ഫംഗ്ഷൻ. പക്ഷേ ഇയാള് നേരത്തെ ഇങ്ങോട്ട് വന്നാലേ പറ്റൂ. നമുക്കിരുന്നൊരു പ്ലാൻ ഉണ്ടാക്കാം. എന്തു പറയുന്നു? ഷെടാ, ഇത് നൂരാൻ എന്താ ഒരു വഴി? എന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ചാലേ പറ്റൂ. കല്യാണം എങ്ങനെയെങ്കിലും ഒഴിവാക്കിയെടുക്കാൻ നോക്കുകയാണെന്നാ തോന്നുന്നത്. അയ്യോ, അങ്ങനെ വിട്ടുകൊടുക്കലേ ശാലിനി. ഇപ്പൊ ഈ പിടി മുറിക്കാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ശരി ശരി, നോക്കട്ടെ അവളിനി എന്ത് നമ്പർ ഇറക്കാൻ പോന്നെന്ന്. ശരി ശരി, നമുക്കത് അങ്ങനെ തീരുമാനിക്കാം. ഈ ചെലവ് എങ്ങനെയാണെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരണേ. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ശരി. എന്ന് എന്താ മോളെ? ആന്റിയോട് എനിക്കൊരു കാര്യം കേൾക്കുമ്പോ ആന്റി തെറ്റിദ്ധരിക്കരുത്. എന്താടി? എന്നോട് വെറുപ്പോ ദേഷ്യമൊന്നും തോന്നരുത് ആന്റിക്ക്. ആദ്യം പിടിപ്പിക്കാതെ നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. എനിക്കത് അറിയില്ല ആന്റി. എന്തറിയില്ലെന്ന്? പാചകം, കുക്കിംഗ്. അതെ, പാചകം മാത്രമല്ല, തുണി അലക്കാനോ അയൺ ചെയ്യാനോ വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിടാനോ ഒന്നും അറിയില്ല എനിക്ക്. ഒരു ഭാര്യ അല്ലെങ്കിൽ വീട്ടമ്മ അറിഞ്ഞിരിക്കേണ്ട മിനിമം കാര്യങ്ങളും അങ്ങനെ തന്നെ. ഞാൻ എങ്ങനെയാ ആന്റി ഒരു കല്യാണം കഴിച്ച് വീട്ടമ്മ എന്നുള്ള നിലയിൽ വിജയിക്കുന്നേ? വീട്ടുജോലി ഒന്നും അറിയില്ല എന്ന് മനസ്സിലാവുമ്പോ ഭർത്താവും വീട്ടുകാരും എന്നെ വെറുക്കും. പിന്നെ അതിന്റെ പേരിൽ വഴക്ക്, അടി, ബഹളം, ഡിവോഴ്സ്. ഇതൊക്കെ നടന്നാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, കുറച്ചു മാസങ്ങൾ കൊണ്ട് വീട്ടുജോലിയൊക്കെ പഠിച്ച ശേഷം സാവകാശം എന്റെ കല്യാണത്തെ പറ്റി ആലോചിക്കാമെന്നാ. അപ്പോഴേക്കും ഞാൻ ഫുൾ സെറ്റ് ആവാൻ വേണ്ടി ഉത്സാഹിക്കാം. ഇവർക്കെന്താ ഇത് വട്ടായോ? ആന്റി, ഞാനെന്തെങ്കിലും കുഴപ്പം പറഞ്ഞോ? എന്തു കുഴപ്പം? അഥവാ കുഴപ്പമുണ്ടായ
അതിന് പരിഹാരം ഉണ്ടാക്കിയ പോരെ. ശാലിനി, സത്യാമ്മ ഞാനിവിടെ ഉണ്ട്. ഇവൾക്ക് വീട്ടുജോലിയൊന്നും അറിയില്ലെന്നാ പറയുന്നേ. നീ വിചാരിച്ച 1 വർഷം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ? അതിപ്പോ ഒരു 3 വർഷമെങ്കിലും ഇല്ലാതിപ്പോ. ആ കറക്റ്റാ. എന്നാ പിന്നെ അത് കഴിഞ്ഞു മതി കല്യാണം ഭാമാൻറ്റി. ഓ, മനസ്സിന് ഇപ്പോഴാ എനിക്കൊരു സമാധാനം കിട്ടിയത്. എന്തോന്ന് സമാധാനം? ഇടിമാര മണ്ടി. ഈ പാചകവും വീട്ടുജോലിയൊക്കെ മനസ്സിലാക്കി എടുക്കാനേ മാസങ്ങളൊന്നും വേണ്ട ആർക്കും. നന്നായി മനസ്സ് വെച്ച ഒറ്റ ദിവസം മതി. കാരണം അത് നമ്മൾ പെണ്ണുങ്ങളുടെ രക്തത്തിൽ തന്നെ അലിഞ്ഞിരിക്കുന്ന അറിവുകളാ. ഒന്നു മാത്രം, അടുക്കള ചെന്ന് അതൊക്കെ ചെയ്താ നമ്മൾ പഠിക്കുന്നത്. സത്യം പറഞ്ഞ നിന്നെ വീട്ടുജോലികളൊക്കെ പഠിപ്പിച്ചെടുക്കാൻ ഈ ശാലിനിയേക്കാൾ മിടുക്കുള്ളവരായി ആരുമില്ല ഇന്ന് ഈ വീട്ടിൽ. കുടുംബശ്രീയുടെ കൈപുണ്യം അറിയാലോ. 1-2 ദിവസം കൊണ്ട് തന്നെ നിന്നെ എല്ലാം പഠിപ്പിച്ചെടുക്കും ഈ ശാലിനി. എനിക്കത് ഉറപ്പാ.